നേർക്ക് നേരെ പ്രവാചകനെ വെച്ച് സഹായം തേടുന്ന തരത്തിലുള്ള വരികളൊക്കെയും പിന്നീട് വന്ന ഭരണകൂടം അത് മായ്ച്ചു കളയുകയും ആ നിലയ്ക്കില്ലാത്ത പ്രവാചകനെ വിളിച്ച് സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന ആശയമില്ലാത്ത വരികൾ നിലനിർത്തുകയും ചെയ്തു വന്നതാണ് വസ്തുത. എന്ന് തുടങ്ങുന്ന വരികളൊക്കെ ഇന്നവിടെ കാണാൻ കഴിയും. അവിടെ പ്രവാചക അഭിസംബോധനയുണ്ട്, പ്രവാചക മഹത്വം പറയുന്നുണ്ട് എന്നതിനപ്പുറത്ത് പ്രവാചകനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യം പറയുകയോ സഹായിക്കാൻ തേടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ആശയങ്ങളൊന്നും ഇന്നവിടെ എഴുതി വെക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ എഴുതി വെക്കപ്പെട്ട ഘട്ടം ഇടക്കാലത്ത് വന്നു പോയിട്ടുണ്ട്. അത് മാറ്റേണ്ടത് മായ്ക്കേണ്ടത് മായ്ച്ചിട്ടുമുണ്ട്. എന്നാൽ പ്രവാചകരുടെ തൊട്ടുശേഷം വന്ന കാലഘട്ടങ്ങളിൽ സഹാബിമാരോ താബിഴികളോ തബിഴുത്താബികളോ ആരും തന്നെ അവിടെ ആ നിലയ്ക്കുള്ള ഒന്നും എഴുതി വെക്കുകയോ ഖബർ ആ നിലയ്ക്കുള്ള ഒരു ആരാധനാ കേന്ദ്രമായി മാറ്റപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം അവിടെ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം സത്യമാണ്. ഇത് 678 ഞാനൊക്കെ സൂചിപ്പിച്ച പ്രകാരം അവിടെ കുബ്ബ തന്നെയും നിർമ്മിക്കപ്പെടുന്നത്. അഥവാ പ്രവാചകന്റെ കാലശേഷം ഏകദേശം 6.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ആ ഖബറിന് മീതെ കുബ്ബ നിർമ്മിക്കപ്പെടുന്നത്. മുസ്ലിം ലോക ചരിത്രത്തിൽ തന്നെയും അഹ്ലുസുന്നയുടെ പേരിൽ കുബ്ബകൾ ഉണ്ടായി വരുന്നത് ഏകദേശം ഹിജറ 500കളിലോ തൊട്ടടുത്ത കാലഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് എന്ന് കാണാൻ പ്രയാസമില്ല. അതിനു മുമ്പ് ഹിജറയുടെ 1, 2, 3 നൂറ്റാണ്ടുകളിലൊന്നും ലോകത്തെവിടെയും ഏത് മഹാന്റെയും ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കപ്പെട്ടതായി കെട്ടിയെഴുതപ്പെട്ടതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധ്യവുമല്ല. അതുകൊണ്ട് അവിടെയുള്ള ചില വരികൾ മാത്രം കാണിച്ച് ഇതാ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് കബളിപ്പിച്ചുകൊണ്ട് ഇസ്തിഗാസയെ സ്ഥാപിക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. അത് വസ്തുതയല്ല എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. അല്ലാഹു അഅലം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ചോദ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വളരെ സൗഹൃദമായിട്ടുള്ള ചർച്ചയാണ്. അതുകൊണ്ടൊരു വിഷയം അന്വേഷിക്കുകയാണ്. സംശയം തീരുവോളം ചോദിക്കാനുള്ള അവസരമുണ്ടോ എന്ന് പറയണം. കാരണം ഞാനിതിവിടെ ചോദിച്ചു, മൗലവിമാരെന്തെങ്കിലും ഒരു വിശദീകരണം തന്ന് പരിപൂർണമാകാതെ നിർത്തിവെച്ചാൽ ഈ ജനങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് തീരുമാനം. ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരാൾക്ക് 1, 2 അതിലധികമോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. ഇനി അത് ആവർത്തിച്ച് ചോദിക്കണ്ട, നിങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കാം. ബാക്കിയുള്ള ആളുകളെയും കൂടി പരിഗണിക്കണം എന്ന് മാത്രം. ചോദിച്ചോളൂ, നിങ്ങളെ ചോദ്യം ചോദിച്ചോളൂ. പേരും പറഞ്ഞ് ചോദ്യം ചോദിച്ചോളൂ. എൻ്റെ പേര് ഫാരിസ് അലി എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, വണ്ടൂർ മഹാനായ ഇമാം നവവി തങ്ങൾ അവിടുത്തെ അല്ലദ്കാർ എന്നുള്ള ഗ്രന്ഥത്തിൽ അവിടുന്ന് പറഞ്ഞു, മുത്തുനബിയുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മര്യാദകൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അവസാനമായിട്ട് അവൻ എന്ത് ചെയ്യണം, മുത്തുനബിയുടെ മുഖത്തിന് നേരെ തിരിയണം. എന്നിട്ട് അവന്റെ ശരീരത്തിന്റെ അവന്റെ സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ മുത്തുനബി തങ്ങളോ ഇടയാളനാക്കിക്കൊണ്ട് തവസ്സുൽ നടത്തണം. അതിന്റെ ശേഷം ഉള്ള ഒരു പരാമർശമായിട്ട് കാണാൻ കഴിയും, വയദഉ ലിനഫ്സിഹി, അവന്റെ നഫ്സിന് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ ഇമാം റംലി തങ്ങൾ അവിടുത്തോട് ഇസ്തിഗാസയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് വളരെ വ്യക്തമായി പറഞ്ഞു, ബി അന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസത്തുൻ, അത് ജായിസാണ്. വലിർ റുസുലി വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീന ഇഗാസത്തുൻ ബഅദ മൗതിഹിം, അവരുടെ മരണശേഷം സഹായിക്കാനുള്ള എന്തുണ്ട്, കഴിവ് അവർക്കുണ്ട്. ഞാനിത് ഈ സദസ്സിൽ ചോദിക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു സാഹചര്യം കൂടി ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് KNM-ന്റെ വിഭാഗത്തോടല്ല ചോദിക്കുന്നത്, ഇത് ഫൈസൽ മൗലവി നേതൃത്വം കൊടുക്കുന്ന സംഘടനയോടാണ്. കാരണം ഈ അടുത്ത് വിവാദങ്ങളുണ്ടായി, ചേരിതിരിവുണ്ടായപ്പോൾ ഇമാം നവവി തങ്ങളെ ശിർക്കാരോപിച്ചു എന്ന് പറഞ്ഞ് അതിശക്തമായി
സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരു വിഭാഗത്തോടാണ് ഇമാം നവവി തങ്ങൾ മുത്തുനബിയുടെ ഖബറിങ്കൽ ചെന്നാൽ തവസ്സുൽ നടത്തണമെന്നും അതുപോലെ തന്നെ അവിടുത്തെയോട് ദുആ ചെയ്യണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞ ഗ്രന്ഥം അൽ-അദ്കാർ ഇലാഹിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റംലി ഇമാമിന്റെ ഫത്വ, ഇമാമിങ്ങളെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഈ ഇമാമിങ്ങളെ കുറിച്ചുള്ള തീരുമാനം മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. അൽഹംദുലില്ലാ, നല്ല ചോദ്യമാണ്. ചെറിയ തിരുത്തുണ്ട്. ഫൈസൽ മൗലവി നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ നേതൃസ്ഥാനത്തുള്ള ആളുമല്ല. കഴിവിന്റെ പരമാവധി താഴ്വാരംഗത്തുണ്ട് എന്ന് മാത്രം. അത് കൃത്യമായ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. PN അബ്ദുൽ മദനിയാണ് ചെയർമാൻ, TK അഷ്റഫാണ് സെക്രട്ടറി. ആ നിലക്കാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഉള്ളത്. അപ്പൊ അത് താങ്കൾ ഇനി എവിടെയും ആവർത്തിക്കരുത്. നബവി ഇമാം റഹിമഹുള്ളയുടെ പരാമർശം, അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക, നബവി ഇമാം ശിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ ഇനിയിപ്പോ പറയോന്ന് ഇല്ല. നബവി ഇമാം ശിർക്ക് ചെയ്തിട്ടില്ല, ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന തവസ്സുലും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഭാഗം നബവി ഇമാമിന്റെ അൽ-അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട്. അതിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ തന്നെ ശറഹ് മുഹദ്ദബിൽ 8ാം വാള്യത്തിൽ അദ്ദേഹം മദീന സിയാറയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്തും ഏകദേശം അതേ ആശയം ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങളടക്കം ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അദ്ദേഹം അവിടെ അത് പരാമർശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ പരാമർശം എവിടെയും ഇസ്തിഗാസ വന്നിട്ടില്ല, നബിയോട് തേട്ടവും വന്നിട്ടില്ല. നിങ്ങൾ വായിച്ച പതില്ലാത്തതുകൊണ്ട് അവസാനം നിങ്ങളെ വക നബിയോട് ദുആ ചെയ്യണം എന്നുകൂടി നബി ഇമാം പറഞ്ഞു, നിങ്ങളെ വക വെച്ച് കാച്ചി അത് അതിന് ഇല്ലതാണ്. അതുകൊണ്ട് നബി ഇമാം ഒരിക്കലും നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, വിളിച്ചു തേടാനും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ റംലിയിലേക്ക് അതിനു വേണ്ടി ചാടേണ്ടി വന്നത്. റംലി അത് പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകാര്യവുമല്ല. അതിന് റംലി മാത്രമല്ല, ഇബ്നു ഹൈതമി പറഞ്ഞിട്ടുണ്ട്, സുബ്കി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇബ്നു ഹാജുൽ മാലിക്കി പറഞ്ഞിട്ടുണ്ട്, അല്ലാമ സുംഹൂദി പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് അവിടെ ഇങ്ങോട്ട് ഒരുപാട് ആളെ കിട്ടും. ഇനി അവസാനം എണ്ണി നമുക്ക് വേണമെങ്കിൽ കാന്തപുരം പേരോടും ഇപ്പുറത്തൊക്കെ വേണമെങ്കിൽ ഏതും നമുക്ക് ചെറുശ്ശേരി മുസ്ലിയാർ അടക്കമുള്ള, അതല്ലെങ്കിൽ നജീബ് മുസ്ലിയാർ അടക്കമുള്ള എല്ലാ ടീമിനും വേണേ നമുക്ക് എണ്ണാം അവിടെ ഇങ്ങോട്ട്. അപ്പൊ ശേഷം ഇങ്ങോട്ട് നമുക്ക് കിട്ടും. അത് വെറുതെ എണ്ണി പറയേണ്ട കാര്യമില്ല. അവിടെ റംലി പറഞ്ഞതുകൊണ്ട് അത് ദീനിൽ തെളിവാകുന്ന പ്രശ്നവുമില്ല. റംലി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, അത് സ്വീകാര്യമല്ല. കാര്യം പ്രത്യേകിച്ച് തെളിവോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ജായിസാണ് എന്ന് പറഞ്ഞു, മരണശേഷം സഹായിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് സഹായിക്കാൻ കഴിയണം എന്നില്ലല്ലോ. ഇത് നബവി ഇമാം റഹിമഹുള്ള പറഞ്ഞിടത്ത് അദ്ദേഹം പറഞ്ഞെന്താണ്, ഖബർ സിയാറത്ത് മദീനയിൽ വന്ന് പ്രവാചകന്റെ ഖബർ സന്ദർശിക്കേണ്ട മര്യാദകൾ പറയുമ്പോൾ ആദ്യം പ്രവാചകന്റെ ഖബറിനടുത്ത് വരണം, ഇതിൽ സലാം പറയണം. എന്നിട്ട് അല്പം മുന്നോട്ട് പോകണം, സുദീഖുൽ അക്ബറിന് സലാം പറയണം. അല്പം കൂടെ മുന്നോട്ട് പോകണം, ഉമർ ഖത്താബിന് സലാം പറയണം. സുമ്മ യർജിഉ ഇലാ മൗഖിഫിഹി അൽ-അവ്വൽ, പിന്നീട് അദ്ദേഹം തന്റെ ഒന്നാമത്തെ സ്ഥാനത്തേക്ക്, ആദ്യം നിന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരണം. എന്നിട്ട് നബിയുടെ മുഖത്തിന് നേരെ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, അവൻ തന്റെ കാര്യത്തിൽ ദുആ ചെയ്യണം. ആരോട്? നബിനോട് അവിടെ ഇല്ല, വയദ്ഉ നഫ്സിഹിനേ ഉള്ളൂ, നബിയോട് വയദ്ഉഹു എന്നില്ല. ഉണ്ടെങ്കിൽ നബിയോടാക്കാമായിരുന്നു. എന്നാൽ റബ്ബിനോടാണത്. എന്തുകൊണ്ട് തൊട്ടു മുമ്പ് പറഞ്ഞതാണ്, വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി എന്നാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പൊ അവിടെ നബിയെ കൊണ്ട് തവസ്സുലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തവസ്സുൽ ഏതാ? ഹഖ് ജാഹ് ബർക്കത്താണോ? എവിടുന്ന് കിട്ടി? പ്രവാചകൻ ഹഖ് കൊണ്ട് നേടണമെന്നോ ജാഹ് കൊണ്ട് നേടണമെന്നോ ബർക്കത്ത് കൊണ്ട് നേടണമെന്നോ നബി ഇമാം അവിടെ പറഞ്ഞിട്ടില്ല. അവിടെയല്ല, നബി ഇമാമിന്റെ എത്ര ഗ്രന്ഥങ്ങളുണ്ടോ അത് മുഴുവൻ പരിശോധിച്ചാലും നമുക്ക് അങ്ങനെ പദപ്രയോഗം കാണുക സാധ്യവുമല്ല. ജീവിച്ച ദിവസങ്ങളുടെ എണ്ണത്തേക്കാളേറെ പേജ് എഴുതിയ ആളാണല്ലോ നബവി ഇമാം റഹിമഹുള്ള. ഏകദേശം 13,000 ദിവസമാണ് അദ്ദേഹം ലോകത്ത് ജീവിച്ചത് ദുനിയാവിൽ. അതിലേറെ പേജ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത്. ആ പേജുകളിൽ എവിടെയും അള്ളാഹുവിന്റെ റസൂലിന്റെയോ മറ്റംബിയാന്റെയോ മഹാന്മാരുടെയോ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. ആകെ കിട്ടുന്നത് ഈ ഒരു വാചകം മാത്രമാണ്. അദ്ദേഹത്തെ ശറഹ് മുഹദ്ദബിൽ നിന്നും അദ്കാറിൽ നിന്നും ഇത് ഈലാഹിലും സമാനമായ ചെറിയ പദപ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് എല്ലാം ഈ ഒറ്റ വിഷയമാണ്. ആ ഒരു വാക്ക് മാത്രമാണ് കിട്ടാനുള്ളത്. അതിലാവട്ടെ ഹഖ് ജാഹ് ബർക്കത്ത് എന്നില്ല. പിന്നെന്താ? വയതവസ്സലു ബിഹി, നബി മുഖേന, അല്ലെങ്കിൽ നബിയെ കൊണ്ട്, നബി കാരണമായി അവൻ റബ്ബിലേക്ക് തവസ്സുലാക്കണം എന്നുള്ളത് ശരിയാണ്.
അതിലെന്താ പ്രശ്നം? അതിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഒരാൾ അവിടെ വന്നു, മദീനയിൽ വന്നു, അയാൾ പറയാം, അല്ലാഹുവേ, ഞാൻ നിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് റബ്ബേ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നീ എനിക്ക് പുറത്തരണേ. അയാൾ നബിയെ തവസ്സുലാക്കി എന്ന് പറയാം. നബിയെ തവസ്സുലാക്കി എന്ന് പറയാം. അല്ലാഹുവേ, ഞാൻ ഇവിടേക്ക് വന്നത് ഖബർ സിയാറത്തിനാണ്, അത് പുണ്യമാണ്, നിന്റെ റസൂലിനെ ഖബർ സന്ദർശിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ അമൽ വെച്ച് ഞാൻ ചോദിക്കുന്നു റബ്ബേ, നീ എനിക്ക് പുറത്തരണേ. അയാൾ തവസ്സുലാക്കി എന്ന് പറയാം. ഞാൻ നബിയെ ഇത്തിബാ ചെയ്യുന്ന പിൻപറ്റുന്ന ആളാണ് റബ്ബേ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ തവസ്സുലാക്കി എന്ന് പറയാം. ഇനി ഹഖ്ജാഹ് വർക്കത്തുകൊണ്ടാണെങ്കിലോ അതിനും തവസ്സുലാക്കി എന്ന് പറയാം. എന്നാൽ നബവി ഇമാം അവിടെ പറഞ്ഞിടത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കി എന്ന പരാമർശം വന്നിട്ടില്ല. നബിയോട് തേടുക എന്നും വന്നിട്ടില്ല. നേരെ മറിച്ച് തവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, തന്റെ നഫ്സിന്റെ ഹഖ്ഖിൽ, തന്റെ സ്വന്തം കാര്യത്തിൽ അവൻ നബിയെ തവസ്സുലാക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ വയദഊലി നഫ്സിഹി, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. നബിയോട് തേടണമെന്നല്ല, നബിയോട് പ്രാർത്ഥിക്കണമെന്നല്ല, നേരെ മറിച്ച് തനിക്ക് വേണ്ടി അവൻ റബ്ബിനോടാണ് തേടേണ്ടത് എന്നതാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നബി ഇമാം ശിർക്ക് ചെയ്തോ മുസ്ലിക്കായോ എന്ന ചോദ്യത്തിന് തൽക്കാലം ബേജാറാകേണ്ട ആവശ്യമില്ല. ആ വിഷയം അതില്ല. അതേസമയം ശിർക്ക് ആര് ചെയ്താലും ശിർക്കിന് സംശയമൊന്നുമില്ല. നബി ഇമാം ചെയ്താലും ശരി, ആര് ചെയ്താലും ശരി, ലോകത്ത് ആര് ശിർക്ക് ചെയ്താലും ശിർക്കിന്റെ ഗൗരവം കുറയുന്നില്ല. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 25 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞുവല്ലോ. അതിൽ 18 അമ്പിയായിന്റെ പേര് പറഞ്ഞ അധ്യായമാണ് സൂറത്തുൽ അൻആം. 86-ാമത്തെ ആയത്ത് വരെ 18 പ്രവാചകന്മാരെ പേര് കാണാം. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയായിനെ പിൻപറ്റിയവരെ പറ്റിയുള്ള പരാമർശം കാണാം. 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരാര് ശിർക്ക് ചെയ്താലും ശരി അവിടെ എല്ലാ അമലും പൊളിഞ്ഞ് ബാത്തിലായി പോകും. സൂറത്തുൽ സുമറിലെ 65-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കൾക്കും നൽകിയ വഹ്യാണ്, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. അല്ലാഹു റസൂൽ ശിർക്ക് ചെയ്യില്ല, പാപങ്ങൾ ഏതും ചെയ്യില്ല, പാപ സുരക്ഷിതരാണ്, മഅ്സൂമാണ്. എന്നിട്ട് ആ നബിയോട് ഇത് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ മീതയില്ലല്ലോ ആരും തന്നെ. പക്ഷേ ഈ വിഷയത്തിൽ നബി ഇമാം ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ല, ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇവർ തർക്കമുള്ള ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കിതാബിൽ വന്ന ഒരു പദപ്രയോഗത്തെ ആ നിലക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചൊപ്പിച്ച് കൊണ്ടുപോകാവുന്ന ഒരു വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ നിലക്കുള്ള പ്രചാരണങ്ങൾ വരുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരൻ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. ഇവിടെ വളരെ വ്യക്തമായ ഒരു വഞ്ചനയാണ് നടത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സങ്കടം. അതിന്റെ മുന്നേ എനിക്ക് പറയാനുള്ളത്, റംലി ഇമാമിനെ കുറിച്ച് പറഞ്ഞു. റംലി ആരാണെന്നുള്ളതല്ല നമ്മളെ നോട്ടം. അവിടെ തന്നെ എന്ത് ചെയ്തു? ഈ മുഖാമുഖം പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ കിതാബിന്റെ ഒരു പേജ് ഞാൻ ഫൈസൽ മൗലവിയോട് നല്ല ഏൽക്ക് പറയാണ്, ഞാനാകട്ടെ നിങ്ങളാവട്ടെ വിനയത്തോടു കൂടെ പറയാണ്, ഈ ഇമാം റംലി തങ്ങൾ എഴുതിയ ഗ്രന്ഥമൊന്ന് ഒരാവർത്തി വായിച്ച് അർത്ഥം വെക്കാൻ എനിക്കും കഴിയില്ല, ഒരു പക്ഷേ നിങ്ങൾക്കും കഴിയില്ല പരിപൂർണമായിട്ട്. അത്രത്തോളം ദീനിന് ഖിദ്മത്ത് ചെയ്ത ആലിമീങ്ങൾക്കും ഇമാമിങ്ങൾക്കും ഇമാം റംലി ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ഇമാം റംലി തങ്ങൾക്ക് ഈ ആയത്തൊന്നും തിരിഞ്ഞില്ല. തിരിഞ്ഞത് ഈ അടുത്ത കാലത്ത് ജീവിച്ച ഫൈസൽ മൗലവിക്ക്. അതവിടെ നിൽക്കട്ടെ. നബി ഇമാം തിരിയാത്ത ആയത്ത് റംലിക്ക് തിരേണ്ട ആവശ്യമില്ല പറഞ്ഞത് അല്ല. റംലിയേക്കാൾ എനിക്ക് ഇൽമുണ്ടെന്നല്ല. നബവി ഇമാമെ തിരിയാത്ത, ഇമാം അസ്ഖലാനിക്ക് തിരിയാത്ത, ഇബ്നു കസീർ തിരിയാത്ത, റാസി ഇമാമെ തിരിയാത്ത, താഴോട്ട് മേലോട്ട് പോയാൽ ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഹംബൽ, ഇമാം ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, നസായി അടക്കമുള്ള മുഹദ്ദിസുകൾ, അവിടെ അങ്ങോട്ട് സ്വഹാബികളും താബിഈകളും അവർക്ക് ആർക്കും തിരിയാത്തത് റംലി ഇമാം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓലാരും വേണ്ട, തൽക്കാലം റംലി മതി എന്ന് പറയണോ അതോ റംലി വേണ്ട അവര് മതി എന്ന് പറയണോ? അതാ വിഷയം. റംലി ഇമാമിന്റെ അവിടെ കിട്ടുന്നില്ല, നിൽക്കാൻ പറ്റൂല. ഇനി മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ റംലി ഇമാമിന്റെ മഹത്വങ്ങൾ പറഞ്ഞല്ലോ. ആ റംലി ഇമാമിന്റെ കിതാബ് ഞാൻ പെടുത്തരാം, നിങ്ങൾ ഫുൾ നിങ്ങൾ അംഗീകരിക്കും. റംലിന്റെ ആ കിതാബിൽ വന്ന എല്ലാ കാര്യവും നിങ്ങൾ അംഗീകരിക്കോ? നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഇത് റംലിന്റെ ഫതാവയാണ്, ഫതാവ റംലി. ഈ ഫതാവ റംലിയിൽ വന്ന എല്ലാ ഫത്വകളും ഞാൻ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കോ? എനിക്കത് കേൾക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ അവർക്ക് തിരിയാത്ത ആയത്തുണ്ടോ, അത് നിങ്ങൾക്ക് തിരിഞ്ഞോ എന്ന് നോക്കാനോ? അപ്പൊ ആ ശൈലി വിട. നിങ്ങൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നബിന്റെ പേര് ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവസാനം ആദ്യം വായിച്ച അർത്ഥം വെച്ചപ്പോൾ മാന്യമായി പറഞ്ഞു.
അവസാനം വന്നപ്പോൾ എന്ത് ചെയ്തു? നബിനോട് ദുആ ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞു. സബഖുൽ ലിസാൻ ആണെങ്കിൽ കുഴപ്പമില്ല, അത് വിട്ടുകളയാം, ആണ്, ആയിക്കോട്ടെ. അതേസമയം നബി ഇമാം ഒരിക്കലും ഇസ്തിഗാസ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഇസ്തിഗാസ എന്ന വാക്ക് പോലും അദ്ദേഹം ഇവ്വിഷയമായി അവിടെ പരാമർശിച്ചിട്ട് പോലുമില്ല. തവസ്സുൽ പറഞ്ഞെടുത്ത ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞിട്ടില്ല. അവിടെ അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അത് പറയും. ഏതായാലും പറയാനുള്ളത് ഇപ്പോ 2 ചോദ്യം ചോദിച്ചപ്പോ മൈക്ക എന്റെ കയ്യിലുണ്ട്. മൈക്കിൽ തോളി കയ്യെ കൊണ്ടുവച്ചാൽ മതി. അപ്പൊ പറയാനുള്ളത് എന്താ ചോദിച്ചാല്, ഇമാം നബിന്റെ അടുക്ക് ഞാൻ വരുന്നതിന്റെ മുന്നെയാണ് ഞാൻ ഇമാം റംലിനെ കുറിച്ച് പറഞ്ഞത്. ഒരു ഇമാം റംലിയിൽ നിന്നേ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങളിപ്പോ കുറെ ആയിക്കോട്ടെ, 2 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 10 അല്ല 100 പറഞ്ഞാലും നിങ്ങൾ ഈ എണ്ണിയ മുഴുവൻ ഇമാമിങ്ങളെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. അത് വേറെ വിഷയം, അതവിടെ. പിന്നെ 1 ഇമാം റംലി തങ്ങൾ, അത് ജനങ്ങൾ മനസ്സിലായിക്കോളും. അത് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണ്ട. ഈ സമൂഹം ഇമാം റംലി തങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില ഉണ്ട്. അത് വെച്ചിട്ട് ജനങ്ങൾ മനസ്സിലായിക്കോളും. പിന്നെ രണ്ടാമത്തെ വഞ്ചന നിങ്ങൾ വ്യാഖ്യാനം എന്ത്? ഞാൻ നബി തങ്ങളുടെ ജാറത്തിന്റെ അടുക്കലേക്ക് ചെന്ന് ചോദിക്കുമ്പോ ഇമാം നബി പറഞ്ഞ എന്താണ്? അത് ഞാനിവിടെ വന്നിക്കണല്ലോ, എന്റെ ഒരു ബർക്കത്തോട് തരണം. ലമീർ മടക്കി എങ്ങട്ടാ ലമീർ മടങ്ങണത്? ഇങ്ങോട്ട് പറയും. എന്താ ആ ഉഷാർജീവ കാണുന്നില്ല. ഇപ്പൊ റംലി വിട്ടങ്ങള് ഇപ്പൊ റംലി വിട്ടു ലമീർ മടക്ക. അവിടേക്ക് മടങ്ങാനായിട്ടില്ല. ലമീർ നമുക്ക് മടക്കാം, ഒക്കെ മടക്കാം. ഇവിടെ നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? ഇമാം നബി ശിർക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നു. പ്രത്യേകം പറഞ്ഞു ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, പ്രത്യേക സാഹചര്യം ഉണ്ട്. കാരണം എന്താ? വേറെ ചില മനുഷ്യന്മാര് ഓലൊക്കെ ശിർക്ക് ചെയ്തു പറഞ്ഞപ്പോ നിങ്ങൾ അതില്ലാന്ന് പറഞ്ഞ ആൾക്കാരാ, അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നതായിട്ട് അങ്ങ് തുടങ്ങിയത്. അവിടെ നമ്മൾ പറഞ്ഞത് ആ ശിർക്ക് നബി ഇമാം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഇസ്തിഗാസ ഉണ്ടല്ലോ. ഇപ്പൊ ഇത് വിശദീകരിക്കപ്പെട്ടല്ലോ. ഇവിടെ ഈ മാലിലും മൗലിദും റാത്തീബിലും കുത്തബീത്തിലും ഒക്കെ ആയിട്ട് ലോകത്തെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുമെന്നും കാണുമെന്നും ഉത്തരം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഇസ്തിഗാസ ഉണ്ടല്ലോ. അത് ലോകത്ത് നബവി ഇമാമ് എന്നല്ല, അഹ്ലുസുന്നയുടെ ഔദ്യോഗികരായ ആധികാരികരായ പണ്ഡിതന്മാരിൽ ഒരാളുടെയും പിൻബലം കിട്ടൂല. പിൽക്കാലക്കാരുണ്ട്. അതിനകത്ത് പറഞ്ഞ റംലി ഉണ്ട്, ശരിയാണ്. റംലി മാത്രമല്ല, അവിടെ ഇങ്ങോട്ട് ഇബ്നു ഹൈതമി ഉണ്ട്, സുബ്കി ഉണ്ട്. അവിടെ ഇങ്ങോട്ടുള്ളതൊക്കെ കിട്ടും. സംശയം. റംലി 10-ാം നൂറ്റാണ്ടുകാരനാണ്. ഹിജ്റ 10-ാം നൂറ്റാണ്ടുകാരനാണ് റംലി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം അതിനു മുമ്പ് പറഞ്ഞ എല്ലാവർക്കും എതിരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുൻഗാമികൾ പറഞ്ഞെടുത്ത് നിൽക്കണം. അതല്ല സ്വഹാബത്ത് മുതൽ എല്ലാവരും ഈ ഇസ്തിഗാസ ചെയ്യുകയും ചെയ്യാൻ പറയുകയും ചെയ്തു പോകുന്നവരാണോ? റംലി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂലിനെ കൊണ്ട് തവസ്സുലാക്കണം എന്ന് നബി പറഞ്ഞു. ശരിയാണ്, ആർക്ക് തർക്കമുള്ളത്? നബിയെ കൊണ്ട് അവൻ തവസ്സുലാക്കണം എന്ന് തന്നെയാണ്. നബിയെ കൊണ്ട് തവസ്സുലാക്കണം എന്ന് തന്നെയാണ്. നബിയെ കൊണ്ട് തവസ്സുലാക്കണം എന്താണ്? ഹക്ക് ജാഹ് ബർക്കത്താണോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അതാണ് ചോദിക്കുന്നത്. നബിയെ കൊണ്ട് തവസ്സുലാക്കണം എന്നാണ് നബി പറഞ്ഞത്, സംശയമില്ല. നബിയെ കൊണ്ട് അവൻ തവസ്സുലാക്കണം ഫീ ഹഖ്ഖി നഫ്സിഹി, അവന്റെ നഫ്സിന്റെ കാര്യത്തിൽ. ഇത് ഹഖ് ജാഹ് ബർക്കത്തുള്ള തവസ്സുലാണ് എന്ന് എവിടുന്ന് കിട്ടി? നബി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്നത് അംഗീകരിച്ച ഒരു പരാമർശമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റുക. നബി ഇമാമിന്റെ 100കണക്കായ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്നതിനെ പഠിപ്പിച്ച, അംഗീകരിച്ച, നിർദ്ദേശിച്ച ഒരു ഭാഗമുണ്ടെങ്കിൽ അതേ തവസ്സുലാണ് അദ്ദേഹം ഇവിടെയും ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പറയാം. അതേസമയം ഇത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടാണെന്ന് പറയാൻ രേഖയില്ല. എങ്കിൽ നബിയെ കൊണ്ട് തവസ്സുലാക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്ത്? നബി ഇമാം പറഞ്ഞതിന് എന്താണ് വ്യാഖ്യാനം? തർക്കമില്ലാത്ത തവസ്സുൽ ലോകത്തുണ്ട്. അതെന്താ? അമൽ സ്വാലിഹാത്ത് കൊണ്ട്. അതിൽപ്പെട്ടതാണ് ഖബർ സിയാറത്ത്, അമൽ സ്വാലിഹാണ്. ഇത്തിബാഉർ റസൂൽ അമൽ സ്വാലിഹാണ്. ഈമാൻ, മഹബ്ബത്ത് അമൽ സ്വാലിഹിന്റെ ഭാഗമാണ്. അതൊക്കെ വെച്ച് തേടിയാലും നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്ന് പറയാം. അതിനകത്ത് പറഞ്ഞത്, ഒരാൾ മദീനത്ത് വരുന്നു, അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ നിന്റെ നബിയെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ, നിന്റെ നബിയെ പിൻപറ്റുന്ന ആളാണ് ഞാൻ, ആ നബിയുടെ മുഹിബ്ബാണ് ഞാൻ, മുത്തബിആണ് ഞാൻ ഇവിടെ സിയാറത്തിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാലും തവസ്സല ബിൻ നബിയ്യി, നബി അയാൾ തവസ്സുലാക്കി എന്ന് പറയാം. അതല്ലാതെ ഈ പറഞ്ഞ തവസ്സുല് ഹഖ് ജാഹ് ബർക്കത്താണെന്ന് പറയാൻ എവിടെയാണ് രേഖയുള്ളത്? അതല്ലെങ്കിൽ നബി ഇമാമിന്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേട്ടത്തെ അംഗീകരിച്ച വല്ലതും ഉണ്ടെങ്കിൽ അത് സമാധാനിക്കാമായിരുന്നു. അതോടൊപ്പം റംലി ഇമാമ്
ഇപ്പൊ നിങ്ങൾക്കും റംലി അത്ര സ്വീകാര്യമല്ലായി മാറുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളാണ് റംലിയെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു റംലി ഇമാം പറഞ്ഞ വിഷയം ശരിയല്ല, അത് സ്വീകാര്യമല്ല. എനിക്ക് റംലിയേക്കാൾ ഇൽമുണ്ടായിട്ടല്ല, എനിക്ക് ഒരു ഇൽമുമില്ല. ദീന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. അള്ളാഹു കൂടുതൽ ഇൽമു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേസമയം ആ റംലി ഇമാമിനെ നിങ്ങൾ അത്ര മഹത്വമായി കൊണ്ടുവരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കിതാബിൽ പറഞ്ഞ എല്ലാം നിങ്ങൾ അംഗീകരിക്കുമോ? അതിന് മുപ്പർക്ക് മറുപടി അത് ജനങ്ങൾ മനസ്സിലാക്കും. ഞാൻ എണ്ണി അദ്ദേഹത്തിന്റെ ഫത്വകൾ വായിക്കും. നിങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തത് ഞങ്ങളെ സംബന്ധിച്ച് നിലപാട് കൃത്യമാണ്. അള്ളാഹു റസൂലും പഠിപ്പിച്ചത്, റസൂൽ സ്വഹാബത്ത് മനസ്സിലാക്കിയത്, സ്വഹാബത്ത് താബിഈങ്ങൾ കൈമാറിപ്പോന്ന ശരിയായ മൻഹജുണ്ട്. അതാണ് മൻഹജു സലഫി മൻഹജ്. ആ മൻഹജിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ഏതും ആര് വന്നാലും സ്വീകരിക്കാം. അത് വിരുദ്ധമായി ഒരു പരാമർശം ഏത് പണ്ഡിതന്റെ കിതാബിൽ വന്നാലും ആ പണ്ഡിതനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ശരിയല്ല എന്ന് പറയാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നബവി ഇമാം ഞങ്ങളും നിങ്ങൾ തമ്മിൽ തർക്കമുള്ള ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലോ അതല്ലെങ്കിൽ ഇസ്തിഗാസയോ നിങ്ങൾ തന്നെയും വരികൾക്കിടയിൽ കയറ്റി പ്രചരിപ്പിക്കാൻ ശ്രമിച്ച നബിയോടുള്ള ദുആഓ അത് നബി ഇമാം പരാമർശിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുകയുമില്ല. ശരി, പെട്ടെന്ന് പറയാം, ഇടപെടരുത്. പെട്ടെന്ന് ഈ രണ്ട് വിഷയത്തിൽ പാടെ പറയേണ്ടതും. പിന്നെ റംലിമാമിൻ്റെത് അതോടെ തീരുമാനമായി, ജനങ്ങൾ തീരുമാനിച്ചോളൂ. അത് നിങ്ങൾ അനീഫായ കൂടിയുള്ള പോലെ 10 അഭിപ്രായം പറഞ്ഞ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു 10 അഭിപ്രായം പറഞ്ഞതായിട്ട് കാണിച്ചു തന്ന അപ്പോഴന്ന് ഞാൻ മുജാഹിദോ അവിടുന്ന് കാണിച്ചാൽ തൗഹീദിന്റെ വിഷയത്തിൽ ശിർക്കിന്റെ വിഷയത്തിൽ ഒരു 8-10 അഭിപ്രായം ഇമാം റംലി തങ്ങൾ പറഞ്ഞതായിട്ട് കാണിച്ചു തന്നാൽ ഇവിടെ വെച്ചിട്ട് മുജാഹിദ് വിശദീകരിച്ചല്ലോ. ഫുള്ള് ശരിയല്ല എന്നല്ല ഫുള്ള് ശരിയല്ല അല്ല വിഷയത്തിൽട്ടെ. ഞാൻ പറയട്ടെ, ഇമാം നവവി തങ്ങളെ വിഷയത്തില് മുത്തുനബിയെ കൊണ്ട് തവസ്സുൽ നടത്തണമെന്ന് പച്ചി പറഞ്ഞിട്ട് മഹബത്ത് ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ, തേങ്ങാക്കോലുണ്ടല്ലോ, പലതും എണ്ണി ഇതൊക്കെ നിങ്ങളെ കീശിന്ന ബോർഡ് എഴുതി കൊടുക്കണം. ആരാണ് ആ മുളാഫ് സങ്കല്പിക്കാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകിയത്? ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കൂ. ഏത് പണ്ഡിതനാണ് ഇമാം നബവിയുടെ ഗ്രന്ഥം കണ്ട എത്രയോ ആലിമീങ്ങളോടെ കഴിഞ്ഞു പോയി. നിങ്ങൾ മാത്രമല്ല, ഈ മുജാഹിദുകൾ മാത്രമല്ല, ഇവരെല്ലാം ഈ ഗ്രന്ഥം കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു മുളാഫ് സങ്കല്പിച്ച് ഇവൽക്കാർക്കും ശിർക്ക് പേടില്ലേനി എന്തെങ്കിലും ഈ പറയണത് എന്താ ജനങ്ങൾക്ക് ഇത് മനസ്സിലാണില്ല. അന്ന് വായിച്ച് അന്ന് പറഞ്ഞു കൊടുക്കി ആര് പറഞ്ഞു ഈ മുളാഫ് സങ്കല്പിക്കാൻ? ഞാൻ മറ്റൊന്ന് പറയും ഹക്കജാ വർക്കത്ത് ആര് പറഞ്ഞു? നിങ്ങളല്ലാതെ ഹക്കജാ വർക്കത്ത് ആര് പറഞ്ഞു? ഇമാം നവവി തങ്ങൾ പറയാണ് എന്ത്? മുത്തുനബിയെ കൊണ്ട് തവസ്സുൽ നടത്തണം. ആർക്കും തങ്ങളെ കൊണ്ട് ശഫാഅത്ത് തേടണം. ആർക്കത് തിരിയാത്തത്? എല്ലാവർക്കും തിരിഞ്ഞു. എവിടെയാണ് മഹബത്ത്? എവിടെയാണ് അവിടുത്തോടുള്ള കാണില്ലല്ലോ. നിങ്ങൾ ബോർഡ് എഴുതി കൊടുത്താണ്. അതാ കാണേ, നിങ്ങൾ പറഞ്ഞതാണ്. ശരി, വെള്ളം വേണം. അപ്പൊ മുസ്ലിയാരെ വരുമ്പോ അപ്പുറപ്പുറം വായിച്ചു വരണം. നിങ്ങൾ വിചാരിച്ചാൽ എന്താ അറിയോ, ഇതൊക്കെ എന്തെങ്കിലും ആണ്ട് ഒരു അറബി വായിച്ച് ഇടങ്ങാറാക്കി വിടാന്ന്. ആ കാലം കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ആ പണി ഇനി വിജയിക്കൂല. ഏറ്റവും ചുരുങ്ങി കുറച്ചൊക്കെ മുഖാമുഖം എവിടെയെങ്കിലും കാണുന്നതല്ല ഇങ്ങനെ ചോദിക്കാൻ വരണം വായിച്ച്. അതുകൊണ്ട് പണ്ട് ചോദിച്ച മനുഷ്യന്മാരൊന്നും ഇപ്പൊ പലരും വരില്ല, ഇവിടെയൊക്കെ നിർത്തിപ്പോയി. അത് തൗഹീദ് മനസ്സിലാക്കിയൊന്നല്ല, സംഗതി പോലെ ഈ കുത്തിത്തിരിപ്പ് നടക്കുക മനസ്സിലായപ്പോ നിർത്തിപ്പോയതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാണുന്നത് നല്ലതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ മൂപ്പര് പറയുന്നത് ഹക്കജാഹ് വെക്കുന്നത് ലോഹിറാണ്. എവിടെ ലോഹിർ? എവിടെ ലോഹിർ? അതിന് ഉള്ളുണ്ട് ലോഹിറാവോ? അതാ ചോദിച്ചത്. ഈ ലോഹിർ എവിടുന്ന് കിട്ടി? നിങ്ങളാണ് അർത്ഥം വെക്കുക. ആ അർത്ഥം എവിടുന്ന് കിട്ടിയേക്കുമ്പോ അതിന് ഉത്തരമില്ല. അത് ലോഹിറാണ്. എവിടെ ലോഹിർ? മുസ്ലിം ലോകത്ത് ലോഹിറുണ്ടോ? അതാണ് ചോദിച്ചത്. അള്ളാഹു റസൂലിന്റെ കാലം മുതൽ നബി ഇമാമിന്റെ കാലം വരെ തർക്കമില്ലാതെ പോകുന്ന ഒരു തവസ്സുലുണ്ട്. അതാ ലോഹിർ. റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഖുർആനും സുന്നത്തും അംഗീകരിച്ചതും സ്വഹാബത്ത് ചെയ്തതും താബിഈങ്ങൾ ചെയ്തതും മദ്ഹബിലെ ഇമാമിങ്ങൾ അംഗീകരിച്ചതും നബി ഇമാമിന്റെ കാലം വരെയും തർക്കമില്ലാതെ സ്വീകരിച്ച പൊതുവായ ഒരു തവസ്സുലുണ്ട്. ഇടക്കാലത്ത് കയറി വരികയും
അതിന് ചില ഹദീസുകൾ തെളിവായി കൊണ്ടുവരികയും ആ ഹദീസ് സ്വഹിയാണോ സ്വഹിയല്ലേ എന്ന ചർച്ചയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്ത മറ്റൊരു തവസ്സുലുണ്ട്. അതാണ് ഹഖ് ജാഹ് ബർക്കത്ത് തവസ്സുൽ. ഞാൻ ലോഹിർ ഞാൻ പഠിപ്പിച്ച നിങ്ങൾക്ക് അതാ രണ്ട് തവസ്സുലുണ്ട്. ഒന്ന് തർക്കമില്ലാത്ത തവസ്സുൽ. അത് നേരത്തെ ഇവിടെ ജാമിഅ അൽ ഹിന്ദിലെ വിദ്യാർത്ഥി ഹംസ ഷാക്കിർ അവതരിപ്പിച്ചു. ഇവിടെ അതാണ് തർക്കമില്ലാത്ത തവസ്സുൽ. അപ്പൊ ഒരു ഇമാമ് ഒരു തവസ്സുൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം വെക്കേണ്ട അർത്ഥം എടുക്കുക. തർക്കമില്ലാത്ത ഒന്നുണ്ട്, തർക്കമുള്ളത് വേറെയുണ്ട്. ഏതിലേക്ക് വെക്കണം? തർക്കമില്ലാത്തേക്ക് വെക്കണം. അതല്ലേ ലോഹിർ, അതല്ലേ ലോഹിർ. ഒന്ന് റസൂലുള്ളാഹിയുടെ കാലം മുതൽ നബി ഇമാമിന്റെ കാലം വരെ തർക്കമില്ലാതെ പോന്ന തവസ്സുൽ. മറ്റൊന്ന് ഇടക്കാലത്ത് കയറി വന്നതും തെളിവായി ദുർബലമായ ഹദീസ് കൊണ്ടുവരപ്പെട്ടതും ആ ഹദീസ് ദുർബലമാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നിടത്ത് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനാൽ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഇസ്ലാം അബ്ദുസ്സലാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞതുമായ ഒരു തവസ്സുൽ. അത് തന്നെ എപ്പോഴാ? ഹിജ്റ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ നബവി ഇമാമിന്റെ ഒരു വാചകം ഈ തർക്കമുള്ളതിലേക്ക് വ്യാഖ്യാനിക്കണോ തർക്കമില്ലാത്തതിലേക്ക് വ്യാഖ്യാനിക്കണോ? നബവി ഇമാം രണ്ടും വ്യാഖ്യാനിക്കാൻ പറ്റിയ വാക്കാ ഉപയോഗിച്ചത്. ആ ഹക്ക് ഇപ്പോഴത്താണെങ്കിൽ ഈ തർക്കം ഉണ്ടാവുക. കണ്ട നബിന്റെ സൂക്ഷ്മത, അതാ നബിമാണ് സൂക്ഷ്മത. നേരെ മറിച്ച് പോലെ എന്നാ ഈ തർക്കം ഞാൻ ഉത്തരം മുട്ടില്ല ഇവിടെ. അപ്പൊ നബി ഇമാം സൂക്ഷ്മമായിട്ട് ആ വാക്ക് പ്രയോഗിച്ചു. ബിഹിനെ പറഞ്ഞുള്ളൂ, ബി ഹഖ്ഖിഹി എന്ന് പറഞ്ഞില്ല, ഒബി ജാഹിഹി എന്ന് പറഞ്ഞില്ല, ഒബി ബർക്കത്തിഹി എന്ന് പറഞ്ഞില്ല. എന്നാ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കണം ഫീ ഹഖ്ഖി നഫ്സിഹി, ഈ തേടുന്നവന്റെ നഫ്സിന്റെ വിഷയത്തിൽ, തേടുന്നവന്റെ നഫ്സിന്റെ വിഷയത്തിൽ അവൻ നബിയെ കൊണ്ട് തവസ്സുലാക്കണം. ഇതിൽ എന്ത് തവസ്സുലാണ്? ഹഖ് ജാഹ് ബർക്കത്താന്ന് ഒരു കൂട്ടര്, അല്ലാത്താന്ന് ഒരു കൂട്ടര്. രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്ന പദപ്രയോഗം ഏതിൽ വ്യാഖ്യാനിക്കണം? അവിടെ എന്താ ലാഹിർ? തർക്കമില്ലാതെ 600 കൊല്ലം അന്നത്തെ കാലം വരെ, അത് 600 കൊല്ലം പറയാൻ കാരണം നബിയുടെ കാലം മുതൽ നബി ഇമാമിന്റെ കാലം വരെയുള്ള 6 നൂറ്റാണ്ട് കാലം തർക്കമില്ലാതെ പോന്ന ഒരു തവസ്സുൽ. അതായിരിക്കും നബി ഇമാം ഉദ്ദേശിച്ചത് എന്ന് പറയണോ? അല്ല, അത് ഹഖ് ജാഹ് ബർക്കത്ത് തന്നെയാണ് എന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ നബി ഇമാമിന്റെ നൂറുകണക്കായ ഗ്രന്ഥങ്ങളിൽ എവിടെങ്കിലും സ്ഥലത്ത് അദ്ദേഹം ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ അംഗീകരിച്ചതായി കാണുന്നുവെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാം, അത് തവസ്സുലാണ്, അത് മശ്റൂആണ്, അത് മതം അംഗീകരിച്ചതാണ് എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ നൂറുകണക്കായ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ പറഞ്ഞ തവസ്സുലാണ് ഇവിടെയും എന്ന് വെക്കാം. അത് നിങ്ങൾക്കും കൊണ്ടുവരാൻ കഴിയില്ല, ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നബവി ഇമാം ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുന്നു, നിങ്ങൾ പറയുന്ന ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ നബവി ഇമാം അംഗീകരിച്ചിട്ടേ ഇല്ല. ഇസ്തിഗാസ ഏതായിരുന്നാലും പറഞ്ഞിട്ടില്ല, എവിടെയും ഇല്ല. പിന്നല്ലേ ദുആ, അതെന്തായാലും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് നബി ഇമാം ശിർക്ക് ചെയ്തോ ശിർക്ക് പ്രചരിപ്പിച്ചോ എന്ന ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചില്ല. നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുക ശിർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഞങ്ങളുമായി തന്നെ ആണോ എന്ന് തോന്നൽ നിങ്ങളെ ഉള്ളിലുണ്ടെങ്കിൽ അതിനിപ്പോ നിർവാഹമില്ല. പിന്നെ പറഞ്ഞ റംലിയാണ്. ഞാൻ കൃത്യമായി ഞങ്ങൾ വീക്ഷണം പറഞ്ഞു. ഏതു പണ്ഡിതനും കിതാബും സുന്നത്തും സലഫി സ്വാലിഹികളുടെ മൻഹജിനോട് യോജിക്കുന്ന വിധം ഏത് പണ്ഡിതനും, ഈ പണ്ഡിതനാകണമെന്നില്ല, കാന്തപുരായാലും മതി, അങ്ങനത്തെ ആര് പറഞ്ഞാലും ശരി സ്വീകരിക്കാൻ ഒരു പ്രയാസമില്ല. അതേസമയം അതിന് വിഘാതമായ വിരുദ്ധമായ ഒരു പരാമർശം ഏതു പണ്ഡിതന്റെ കിതാബിൽ വന്നാലും ആ പണ്ഡിതനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല. അല്ല, അഖീദയാവട്ടെ ഫിഖ്ഹാവട്ടെ. അപ്പൊ മൂപ്പർ സമാധാനിക്കാൻ ശ്രമിക്കുന്ന അഖീദയിൽ അദ്ദേഹം അങ്ങനത്തെ പ്രശ്നമൊന്നുമായിട്ടില്ല. ഫിഖ്ഹി മസല ഉണ്ടാവുന്ന, ഫിഖ്ഹി മസല ഉണ്ടാവും ഉറപ്പാ, അത് പിന്നെ സ്വാഭാവികമാണ്, അത് അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ്. ലോകത്തെല്ലാ ഇമാമിയങ്ങളും ഫിഖ്ഹിന്റെ മസലയിൽ ഒരഭിപ്രായം പറയില്ല. തീർച്ചയായും ഇജ്തിഹാദിൽ പല വീക്ഷണം ഉണ്ടാവും. പക്ഷെ റംലിക്ക് അതും പറ്റൂല. റംലി മുജ്തഹിദല്ല, റംലി മുജ്തഹിദല്ല, റംലി മുഖല്ലിദാണ്. അതുകൊണ്ട് റംലിക്ക് ഇജ്തിഹാദില്ല. അതുകൊണ്ട് ഒരിക്കലും പിന്നെ അദ്ദേഹത്തിന്റെ മുൻഗാമികൾ പറഞ്ഞ ചില ഇബാറത്തുകൾ എടുത്തു കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് പുതിയ നിയമം പറയാൻ അവകാശമില്ലല്ലോ. എന്നാൽ അതിനപ്പുറം അഖീദയുമായി ബന്ധപ്പെട്ട് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിൽ പോലും, നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിൽ പോലും ഞങ്ങളൊക്കെ പറഞ്ഞതിനേക്കാൾ 10 ഇരട്ടി ഊക്കിൽ ചില വിഷയങ്ങൾ പരാമർശിച്ചത് ഫതാവാ റംലിയിലുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ടല്ല, അല്ലാഹു റസൂലും പറഞ്ഞതിന് അനുകൂലമായതുകൊണ്ട്.
മറ്റ് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹു റസൂലും പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. പിന്നെ അദ്ദേഹത്തെ തിരിഞ്ഞില്ലേ? അള്ളാഹു നമുക്കറിയില്ല. വല്ല ഉദറുമുണ്ടോ ഇല്ലേ? റബ്ബ് എന്താ ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ നിവൃത്തില്ല. ഏത് മനുഷ്യന്മാരെ വാക്കിലും അബദ്ധങ്ങൾ ഉണ്ടാവാം, സുബദ്ധങ്ങൾ ഉണ്ടാവാം. ഒറ്റ കാര്യം കൂടി പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സ്വഹാബിമാരിൽ പ്രഗൽഭനാണല്ലോ. അദ്ദേഹം ഹജ്ജിന്റെ വേളയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ അദ്ദേഹത്തോട് ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മസ്അല, തമത്തു എന്ന രീതിയെ പറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞ നല്ല കാര്യമാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹുമാ അങ്ങനെയല്ലല്ലോ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. റംലിൻ നബിയൊന്നല്ല, അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചോദ്യകർത്താവ് പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നാണ്. അതിനെ മറികടക്കാൻ അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി? ഈ നിലപാടാണെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ചരൽ മഴ വർഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സുദീഖ് മോശക്കാരുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് വേറെ വാക്കില്ല. ഇതേ വിഷയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇതേ വിഷയം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന അബാക ഉമർ കാന യൻഹാ അൻ ദാലിക, നിങ്ങളെ പിതാവ് ഉമർ അത് പാടില്ല എന്ന് പറഞ്ഞ ആളാണല്ലോ. അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുകയും എന്റെ പിതാവ് പാടില്ലെന്ന് പറയുകയും ചെയ്താൽ നീ ഏത് സ്വീകരിക്കും? അബി ഖൗലി റസൂലില്ലാ അം ബി അംരി അബി, എന്റെ വാപ്പാന്റെ കൽപ്പനയാണോ സ്വീകരിക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണോ സ്വീകരിക്കുക? അദ്ദേഹം പറഞ്ഞു, ബൽ ബി അംരി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് സ്വീകരിക്കുക. ഇബ്നു ഉമർ പറഞ്ഞു, എങ്കിൽ ഫഖും അന്നി, എഴുന്നേറ്റ് പോകരുത്. പിന്നെ എന്തിനാ പറഞ്ഞ ചോദ്യം ചോദിക്കുന്ന അർത്ഥം? നബി പറഞ്ഞാൽ സ്വീകരിക്കുമെങ്കിൽ അത് സ്വീകരിച്ചാൽ പോരെ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ, ഇമാം അഹ്ലുസ് സുന്ന, അദ്ദേഹത്തോട് ചോദ്യമുണ്ടായി. അദ്ദേഹം മറുപടി കൊടുത്തു. മറുപടി വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഇബ്നുൽ മുബാറക് ഖാല കദാ വകദ, ഇബ്നു മുബാറക് ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പ്രഗൽഭനായ പണ്ഡിതനാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, ഇന്ന ഇബ്നുൽ മുബാറക് ലം യൻസിൽ മിനസ് സമാ, ഇബ്നു മുബാറക് ആകാശത്ത് നിന്ന് ഇറങ്ങിയ ആളൊന്നുമില്ല. തെറ്റുപറ്റാമെന്നർത്ഥം. ചോദ്യകർത്താവ് വീണ്ടും പറഞ്ഞു, വഇന്ന ഇബ്രാഹിം അദ്ഹം ഖാല കദാ വകദ, ഇബ്നു മുബാറക് മാത്രമല്ല ഇബ്രാഹിം അദ്ഹമും അങ്ങനെയാണ് പറഞ്ഞത്. ഇമാം അഹ്മദ് പറഞ്ഞു, അലൈക്കും ബിൽ അസ്ൽ, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അടിസ്ഥാനമാണ്. കാരണം ലിഅന്ന ശർഅ ലം യകുൻ ലിയുത്രക ലിഖൗലി റജുലിൻ മുഅല്ലമിൻ ഫിൻ നുഫൂസ്, മനസ്സുകളിൽ വലിയ ബഹുമാനിക്കപ്പെടുന്ന ഒരാളുടെ വാക്കെടുക്കാൻ വേണ്ടി ദീൻ ഒഴിവാക്കാൻ പറ്റൂല. വലിയ ബഹുമാനമുള്ള ആള് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ച് അത് സ്വീകരിക്കാൻ ദീൻ ഒഴിവാക്കാവതല്ല. അയാളേക്കാൾ ബഹുമാനം മതത്തിലുണ്ട്, ശരീഅത്തിലുണ്ട്. നിങ്ങൾ പഠിക്കാമെന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ആ നിലപാടാണ് മുസ്ലിയാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനപ്പുറത്ത് ആര് പറഞ്ഞു? അള്ളാഹുവിന്റെ കിതാബിൽ നൂറുകണക്കായ ആയത്തുകളിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നൂറുകണക്കായ ഹദീസുകളിൽ, നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ആയിരക്കണക്കായ പ്രാർത്ഥനകളിൽ എവിടെയും ഒരു ഹക്കും ജാഹും ബർക്കത്തൊന്നുമില്ല. ഒറ്റ പ്രാർത്ഥന ഇല്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നവരെ ഒരൊറ്റ ദുആയിൽ ഒരു ഹക്കും ജാഹും ബർക്കത്തൊന്നുമില്ല. ഉത്തരം കിട്ടാൻ എളുപ്പമാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരം വേണ്ടേ? അവിടെ ഒന്നുമില്ലാത്ത ഒന്ന് പിൽക്കാലക്കാരായ 10-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന ഒരാളുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ എന്ന് കണ്ട് ബേജാറാകേണ്ട ആവശ്യമില്ല. അവിടെ എഴുതിച്ചോട്ടെ, ഒരിക്കലും ഉദറുണ്ടാവാം, അത് അവരും പഠിച്ചോനായിക്കോട്ടെ, നമുക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്തു പ്രയാസമുള്ളത്? അതുകൊണ്ട് റംലി ഇമാം പറഞ്ഞ ഇസ്തിഗാസ അത് ശരിയല്ല. ശേഷം അദ്ദേഹത്തിന് തൊട്ട് മുമ്പും ശേഷവുമായി മറ്റു പലരും പറഞ്ഞു അത് ശരിയല്ല. എന്നാൽ നബവി ഇമാമോ ആ നിലക്ക് അഹ്ലുസുന്നയുടെ മുന്നിൽ നിൽക്കുന്ന പണ്ഡിതന്മാരോ അവരാരും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം നിർവഹിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ തർക്കമുള്ള ഹക്ക് ജാഹ് ബർക്കത്തുള്ള തവസ്സുൽ എന്ന തവസ്സുലും അവരാരും പഠിപ്പിച്ചിട്ടില്ല എന്ന് ഒന്നുകൂടെ ബോധ്യമാകുന്നു. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ അടുത്ത ചോദിച്ചോട്ടെ. ഇവിടെ ഭയങ്കര രസമുണ്ട്. വ്ളോഗറിന്റെ വിശദീകരണ രസമായത്. ഞാൻ ചോദിക്കട്ടെ, ഫയതവസ്സലു ബിഹി എന്താ വ്ളോഗറ്? ഫയതവസ്സലു ബിഹി മുത്തുനബി തങ്ങളുടെ ദാത്ത് അല്ലേ വ്ളോഗറ്? മുത്തുനബിയെ കൊണ്ട് പറഞ്ഞതാ മുത്തുനബിയുടെ ദാത്ത് എന്നാണ് അവിടെ വ്ളോഗർ. ഇതാർക്കും തിരി. നിങ്ങൾ വെറുതെ ആളുകൾ എന്ത് ചെയ്യണ്ട, ഈ ജനങ്ങളെ നമ്മൾ വെറുതെ പൊട്ടീസാക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണ്ട, ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനാവശ്യമായ തേവീലെടുത്ത്
ഫയതവസ്സലു ബിഹി, മുത്തുനബിനെ കൊണ്ട് പറഞ്ഞാൽ മുത്തുനബിന്റെ ദാത്തല്ലാതെ പിന്നെ എന്താ അവിടെ ലോഹിറ്? എന്നിട്ട് നിങ്ങൾ നടത്തിയത്, നിങ്ങൾ എന്താ ചെയ്തത്? ഇങ്ങനെ പലതും പറഞ്ഞിട്ട് വിശദീകരിച്ചു. അത് തൈവീലാണ്, അത് ലോഹിറല്ല, അത് തൈവീലാണ്. ഈ തൈവീല് ആര് പഠിപ്പിച്ചു എന്നാ ഞാൻ ചോദിച്ചത്. ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇതൊക്കെ കണ്ട ഇമാമിങ്ങൾക്ക് ആർക്കും തിരിഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് മാത്രം തിരിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളെ പോലത്തെ കുറച്ച് മൗലവിമാർക്കും തിരിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരുന്നുണ്ട്. ഇമാമിങ്ങളെ തൊടാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ പേടിയാണ്, നിങ്ങളിപ്പോ പോന്നിട്ടുള്ളല്ലോ. മറ്റൊരു മേലക്കുള്ളവരൊക്കെ തൊട്ടു, നിങ്ങളെ നേതാക്കന്മാരും തൊട്ടു, ചൗക്കാനെയും തൊട്ടു, എല്ലാരും തൊട്ടു, നിങ്ങളും തൊട്ടു തുടങ്ങും. മുഖാമുഖം തൊടട്ടെ എന്നൊന്നും നിർത്തരുത് നിങ്ങൾ. ഓരോ മുഖാമുഖത്തിലും ഓരോ ഇമാമിങ്ങളുമായിട്ട് ഞങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഓരോ ഇമാമിങ്ങളെയും തൊടൽ നിങ്ങൾക്ക് നിർബന്ധിതമായിട്ട് വരും. അതുകൊണ്ട് പറയേണ്ടത് ഇവിടെ ലോഹിറ് ഫയതവസ്സലു ബിഹി, മുത്തുനബിയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ വന്ന, അവിടുത്തെ സിയാറത്ത് ചെയ്യുക എന്നുള്ള അമല് എന്നല്ല ലോഹിറ്. അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ വന്ന പ്രവർത്തനം എന്നതല്ല ലോഹിറ്. അവിടുത്തെ കൊണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണുള്ള ചെവിയുള്ള ആർക്കും തിരിയും. അവിടുത്തെ ദാത്ത് എന്നാണ്. ദാത്ത് കൊണ്ടുള്ള തവസ്സുല്, ഒരു ദാത്ത് കൊണ്ട് ഒരു മഹാന്റെ ദാത്തിനെ മുൻനിർത്തി അതിന് കൊടുത്ത ബർക്കത്ത് കൊണ്ട് തവസ്സുല് നടത്തൽ ശിർക്കല്ലാന്ന് നിങ്ങൾ സമ്മതിക്കി. നിങ്ങൾ ഒരുപാട് പറഞ്ഞു, നമുക്ക് ഒരുപാട് പറയാണ്ട്. അതിന് നമുക്ക് സംവാദം നടത്തണം. നമുക്ക് ഇത് പരിമിതികളുണ്ട്. നിങ്ങൾക്ക് വിശാലമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്, ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അങ്ങനെ തന്നെ മുഖാമുഖം ഉണ്ടാകുക സംഗതിക്ക് ശരി തന്നെ. പക്ഷേ അതിൻ്റെതായ സദസ്സിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെതായ ചർച്ചകളിലേക്ക് പോകാം. നിങ്ങൾ ജനങ്ങളെ പൊട്ടീസാക്കരുത്. ഫയതവസ്സലു ബിഹി, ഇതല്ലേ ലോഹിറ്, ഇതല്ലേ ലോഹിറ്, അത് പറഞ്ഞാൽ മതി. ശരി, അവസാനം പറഞ്ഞ് തിരിച്ചു തരാണ്. ജനങ്ങളെ പൊട്ടീസാക്കണ്ട, ഓളിയൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞത് തന്നെ ഇനിയും പറയാനുള്ളത്. അപ്പൊ തിരണ്ടവർക്ക് തിരിഞ്ഞു, ഞങ്ങൾക്കും തിരിഞ്ഞു, ഞങ്ങളെ മൗലിമാർക്കും തിരിഞ്ഞു, വൈകാതെ നിങ്ങൾക്കും തിരിയും ഇൻഷാ അല്ലാഹ്. നമുക്ക് പ്രതീക്ഷ ഉണ്ട്. ഇങ്ങനെ വന്നോലും, ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നോലും ചോദിച്ചോലും പിന്നെ തിരിഞ്ഞു പോകുന്നതും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പം ദാത്താക്കി. അപ്പൊ അക്കം ഞമ്മൾക്ക് തതലില്ലല്ലോ, അത് വിട്ടു. ഇനിയിപ്പോ ദാത്തല്ലേ ഉള്ളൂ. ദാത്തോട് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളെ വകല്ലേ. ബിഹിയനാണ്, അത് ഇവിടുന്ന് കിട്ടി. അതാ ഞാൻ പറഞ്ഞ മുസ്ലിയാരെ, നിങ്ങൾ എന്തിനാ നിങ്ങളാണ് തെരുവിയിലൊക്കെ കൊണ്ടുവന്നത്? വേണ്ട, ഇഞ്ഞത് മതി, അത്യാവശ്യം ആയല്ലോ. അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇവിടെ യതവസ്സലു ബിഹി എന്ന് പറഞ്ഞ നബിമാം അടക്കം ഞാൻ നബിക്കാവാക്ക് ബിദാത്തിഹി പറഞ്ഞാൽ പോലെ തടങ്ങാനുള്ള ആവശ്യമുണ്ടോ? ബി ഹഖിഹി പറഞ്ഞാൽ പോലെ, ബി ജാഹിഹി പറഞ്ഞാൽ പോലെ, ബി ബർക്കത്തിഹി പറഞ്ഞാൽ പോലെ, അതൊന്നും പറയാതെ ബിഹി എന്ന് എന്തിനെ പറഞ്ഞു? ഹക്ക് എന്നുള്ള വാക്ക് അറിയാത്തോണ്ടല്ലോ. തൊട്ടടുത്ത വാചകം എന്താ? ഫി ഹഖി നഫ്സിഹീന. മാടാ എന്ത് ഈ പറഞ്ഞേ പറയാനുള്ളൂ. ഇനി അവിടെ ഇന്ന് വാർത്ത ചോദിച്ച അവസാനമായി ചോദിക്കാൻ ലാസ്റ്റ് കുറെ ആയല്ലോ, 1/3 മണിക്കൂർ ഇപ്പം അങ്ങനെ ആയില്ലേ. ഇനി അവിടെ ഇരിക്കും, ഇരുന്ന് പഠിക്ക്. ഇൻഷാ അല്ലാഹ് അവസാനം ചിലപ്പോൾ പിന്നെ ചോദിക്കേണ്ടി വരൂല, നിങ്ങൾ ബോധ്യപ്പെടും. അതുകൊണ്ട് ഇവിടെ അവനാന്റെ വക വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. നബിമാവ് പറയാത്ത ഒന്ന് മൂപ്പരെ പേരിൽ വെച്ച് കെട്ടി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് ന്യായമല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഖാമുഖം തുടരും. അള്ളാഹു തൗഫീഖ് ഉണ്ടെങ്കിൽ അത് തുടരാൻ തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ ഇത്തരം ആളുകൾ വരും. ഒരുപാട് ആളുകൾക്ക് അതൊക്കെ വെളിച്ചമാകും. ഇതും ഇൻഷാ അല്ലാഹ് ധാരാളം ആൾക്ക് വെളിച്ചമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തആല ആ നിലയ്ക്ക് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പേര് അബ്ദുൾ റഷീദ്, സ്ഥലം രാമനാട്ടുകര. അപ്പോൾ ഞാൻ നല്ല രീതിയിലാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മറുപടി പറയും എന്ന് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇവിടെ ഇതുവരെ കഴിഞ്ഞ മറുപടികളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്. ചോദിച്ചതിലും ഉപരിയായിട്ട് ഒരുപാട് വിശദീകരണം നടത്തി സമയം ഒരുപാട് ദീർഘിച്ചു പോവുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഒരു പഠിക്കുന്ന ചെറിയൊരു മുത്താലിമ മാത്രമാണ്. അപ്പോൾ എൻ്റെ വിശദീകരണങ്ങൾ എനിക്ക് സമർത്ഥിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾ സുന്നികളുടെ ഒരു വിഷയമായിട്ട് പ്രശ്നമായിട്ട് മനസ്സിലാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം പഠിച്ചത് തന്നെയാണെന്നല്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച്, ഞാൻ ചോദിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഇല്ലാത്ത വിഷയങ്ങൾ ഒരുപാട് വിശദീകരിക്കരുത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സാധാരണ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്ന് വരുത്തി തീർക്കാൻ സാധാരണ പിടിക്കുന്ന ഒരു തെളിവാണ് ഫലാ തദൂ മഅല്ലാഹി അഹദ. അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ വിളിച്ചു പ്രാർത്ഥിക്കൽ എന്താണ്? പ്രാർത്ഥനയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ് നിങ്ങളുടെ സമർത്ഥനത്തിൻ്റെ രീതി. അത് നേരിട്ട് ഇതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ ശൈലിയിൽ മുൻ വിഷയാധരകർ അത് അവതരിപ്പിച്ചിട്ടതായി ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഫലാ തദൂ മഅല്ലാഹി ഇലാഹൻ അഹദ, അവിടെ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോട് കൂടെ നിങ്ങൾ വേറെ ആരെയും വിളിക്കരുത്.
ആ കൂടെ, അതായത് ആ മഅയ്യത്തിന്റെ അർത്ഥം എന്താണ്? ഏത് മഅയ്യത്താണ് അവിടെ ഉള്ളത്? അഥവാ മക്കാനിലുള്ള മഅയ്യത്താണോ, അല്ലെങ്കിൽ ജമാനിലുള്ള മഅയ്യത്താണോ, അല്ലെങ്കിൽ മക്കാനത്തിലുള്ള അഥവാ തശ്രീക്കിലുള്ള മഅയ്യത്താണോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കുകയാണ്. അഥവാ അള്ളാഹുവിനെ വിളിക്കുന്നതോടുകൂടി മറ്റൊരാളെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കുന്ന സമയത്ത് വിളിക്കരുതെന്നോ, അഥവാ അള്ളാഹുവിനെ ഇവിടുന്ന് വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ പ്രശ്നമില്ല എന്നാണോ? അതല്ല അള്ളാഹുവിനെ വിളിച്ച സ്ഥലത്ത് നിന്ന് വിളിക്കരുത് എന്നാണോ? അപ്പോൾ മാറി നിന്ന് വേറെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് ചോദിക്കാമെന്നാണോ? അതല്ല ഇനി അള്ളാഹുവിൻ്റെ മക്കാനത്തിലുള്ള മഅയ്യത്ത് അഥവാ തശ്രീക്കിലുള്ള മഅയ്യത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യം, അള്ളാഹുവിൻ്റെ ആ സ്ഥാനത്ത് ഇറക്കിയിട്ടുള്ള ചോദ്യം, അത് ശിർക്കാണെന്നോ? ഞങ്ങൾ പറയുന്നത് അതാണ്. ഇനി അതല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആ മഅയ്യത്ത് എന്താണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചോദ്യം വ്യക്തമാകാൻ വേണ്ടി നിങ്ങളെ മനസ്സിലാക്കിയോ പറഞ്ഞാണ് അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കിയത്? അത് ഞാൻ പറഞ്ഞു, മക്കാനത്തിലുള്ള മഅയ്യത്താണ്. അഥവാ അള്ളാഹുവിനെ തശ്രീക്കിലുള്ള മഅയ്യത്ത്, അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയുള്ള ആ വിളി നിങ്ങൾ എന്ത് ചെയ്യരുത്, വേറെ ആരെയും വിളിക്കരുത് എന്നുള്ളതാണ്. അഥവാ പറഞ്ഞോട്ടെ, അഥവാ അള്ളാഹുവിനെ നമ്മൾ വിളിക്കുന്നത് അള്ളാഹു ആണ് ഇത് തരുന്നത്, അള്ളാഹു ഉലൂഹിയത്തിന് അർഹനാണ് എന്ന വിശ്വാസത്തോടു കൂടിയാണ്. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മറ്റാരെയും വിളിക്കരുത് എന്നാണ്. ഇനി ഇവിടെ ബാക്കിയുള്ള 2 മഅയ്യത്ത് എന്താണ്? ഒന്ന് ജമാനിയായ മഅയ്യത്തും മക്കാനിയായ മഅയ്യത്തുമാണ്. രണ്ടും പറ്റുകയുമില്ല. നിങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് അസ്ല് ശരി. പിന്നത്തെ വ്യാഖ്യാനമാണ് കുഴപ്പം. അവിടെയാണ് പ്രശ്നം. അള്ളാഹിനോട് ചോദിക്കുന്നത് പോലെ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ റബ്ബല്ലാത്ത ആടും ചോദിക്കാൻ പാടില്ല. അത് തന്നെയാണ് അസ്ല്. ഇനി അല്ലാത്ത മഅയ്യത്തും ഒരു പക്ഷത്തിൽ വന്നേക്കാം, റുബൂബിയ്യത്തിലുമൊക്കെ ശിർക്ക് വരാമല്ലോ. പക്ഷെ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞിട്ട് ആ മഅയ്യത്ത് തന്നെയാണ്. പക്ഷെ ആ മഅയ്യത്തിന് നിങ്ങളെ വക പിന്നിൽ വിശദീകരണം വന്നല്ലോ. അള്ളാഹ് ചോദിക്കുന്ന അള്ളാഹ് സ്വന്തം നിലക്കാണ്, മറ്റേ കൊടുത്ത കഴിവ് നിലക്കാണ്. അത് അവനാന്റെ വക ഉണ്ടാക്കിയതാണ്. അതാണ് ശരിയെങ്കിൽ ലോകത്ത് ഒരാളും ഇന്നേ വരെ അങ്ങനെ അള്ളാഹിന്റെ കൂടെ ഒരാളോടും തേടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അള്ളാഹിന്റെ കൂടെ നിങ്ങൾ ആരോട് ദുആ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ഏതൊക്കെ വിശ്വാസം വെച്ചുകൊണ്ടാണോ തേടുന്നത് അതേ വിശ്വാസത്തിൽ റബ്ബല്ലാത്ത ആൾ തേടാൻ പാടില്ല എന്നാണ് ആയത്തിന് അർത്ഥം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പൊ അള്ളാഹ് സ്വയം കഴിവുള്ളവനാണ്, അള്ളാഹ് സ്വമദാണ്, അള്ളാഹുവിന്റെ എല്ലാം ഇസ്തിഖ്ലാലാണ്, സ്വന്തമായി ഉള്ളതാണ്, മറ്റെവിടുന്നും കിട്ടിയതല്ല. അള്ളാഹ് ഖാലിഖാണ്, റാസിഖാണ്, മുദബ്ബിറാണ്, റബ്ബാണ്, മുഹീയാണ്, മുമീത്താണ് തുടങ്ങി അള്ളാഹുവിനുള്ളത് എല്ലാം. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് റബ്ബിനോട് തേടുന്നത്. അതേ നിലയ്ക്ക് വെച്ചുകൊണ്ടാണ് റബ്ബല്ലാത്തോടും തേടിയാലേ ശിർക്കാവൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്കിൽ അബൂജഹൽ അടക്കം 1-ാം നമ്പർ മുഅ്മിനാണ് നമ്മൾ പറയേണ്ടി വരും. കാരണം അബൂജഹൽ മുശ്രിക്കാവൂ.